ഹായ് ഹലോ നമസ്കാരം. താങ്കളുടെ റിലേഷൻഷിപ്പിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് നോക്കാം. താങ്കളുടെ റിലേഷൻഷിപ്പ് ഇപ്പോൾ പലതരത്തിലുള്ള സംഘർഷങ്ങളിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. പാർട്ട്ണറുടെ ഭാഗത്തു നിന്നും അനുകൂലിക്കുന്ന സമീപനമല്ല ലഭിക്കുന്നത്. ഒരു വ്യക്തത കിട്ടാതെ ഒരു വേർപിരിയലിലേക്ക് പോവുകയാണോ എന്ന് പോലും സംശയിക്കുന്ന ഒരു തരത്തിലേക്കാണ് താങ്കളുടെ ബന്ധം ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അനാവശ്യ തർക്കങ്ങൾ, ക്ലാരിറ്റി വരുത്താൻ പാർട്ട്ണർ ആഗ്രഹിക്കുന്നില്ല, അല്ലെങ്കിൽ അതിനുള്ള ഒരു ശ്രമം പാർട്ട്ണറുടെ ഭാഗത്തു നിന്നും ലഭിക്കാത്തതായിട്ടാണ് താങ്കൾക്ക് ഇപ്പോൾ ഫീൽ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ആകെ ഒരു സ്റ്റക്കായിരിക്കുന്ന അവസ്ഥയിലാണുള്ളത്. ബന്ധത്തെ എങ്ങനെ നല്ല സ്മൂത്തായി കൊണ്ടുപോകണം എന്നൊരു ആലോചനയിലാണ് താങ്കൾ ഇപ്പോൾ ഉള്ളത്. അതിന് യൂണിവേഴ്സിൽ നിന്നും ഗൈഡൻസായി പറയുന്നത്, താങ്കളുടെ സ്നേഹം വാക്കുകളിൽ മാത്രം ഒതുക്കി നിർത്താതെ അതിനെ പൂർണ്ണമായും എക്സ്പ്രസ് ചെയ്യുകയും കാര്യങ്ങളെ ക്ഷമയോടെയും പക്വതയോടെയും വിവേകത്തോടെയും കണ്ട് പെരുമാറാൻ ശ്രമിക്കുക. താങ്കളുടെ അഭിപ്രായങ്ങളെ മാത്രം അടിച്ചേൽപ്പിക്കാതെ പാർട്ട്ണറുടെ ഭാഗത്തു നിന്നുള്ള അഭിപ്രായങ്ങളും കേൾക്കാൻ സമയം കണ്ടെത്തുക, അല്ലെങ്കിൽ അതിനു വേണ്ട മനോഭാവം വരുത്തിയെടുക്കേണ്ടതുണ്ട്. അപ്രിസിയേറ്റ് കാര്യങ്ങളെ അപ്രിസിയേറ്റ് ചെയ്യുക തന്നെ ചെയ്യുക. പാർട്ട്ണർ പറയുന്നത് ക്ഷമയോടെ കേൾക്കാനുള്ള ഒരു മനോഭാവവും ആർജിക്കേണ്ടതായി കാണുന്നു. അല്ലെങ്കിൽ താങ്കൾ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള ഒരു ബന്ധം നിലനിർത്താൻ വളരെ ബുദ്ധിമുട്ടേണ്ടി വരുന്നതായിരിക്കും. താങ്കൾക്ക് ഒരു പ്രയോറിറ്റി നഷ്ടപ്പെടുവാനുള്ള സാധ്യതയും കാണുന്നു. ഓക്കെ, താങ്ക് യു. ഹാവ് എ നൈസ് ഡേ.